മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പുനരധിവാസ സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രിയുടെ ചർച്ച നാളെ. പ്രതിപക്ഷവും കർണാടക സർക്കാരും ഉൾപ്പെടെ സഹായം വാഗ്ദാനം ചെയ്ത എല്ലാവരെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ തുടർ സഹായ സാധ്യതകൾ തേടാനും സർക്കാർ തീരുമാനിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സഹായം വാഗ്ദാനം ചെയ്ത എല്ലാവരെയും മുഖ്യമന്ത്രി നേരിട്ട് കാണും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധി, കർണാടക സർക്കാർ പ്രതിനിധി, ഡിവൈഎഫ്ഐ പ്രതിനിധികളടക്കം എല്ലാവർക്കും ക്ഷണമുണ്ട്. ഒരു വീട് വാഗ്ദാനം ചെയ്തവരെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഉച്ചയ്ക്ക് 12:30-ക്കാണ് കൂടിക്കാഴ്ച. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കാലതാമസമുണ്ടായതിൽ വിമർശനവുമായി റവന്യൂ മന്ത്രി രംഗത്തെത്തി. എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവർക്ക് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പുതിയ ആവശ്യങ്ങൾക്കോ വേണ്ടി ലോൺ എടുക്കാനുള്ള അവകാശത്തിന്, കടമെടുക്കാനുള്ള അവകാശത്തിന് അനുവാദം കൊടുക്കാവുന്ന സെക്ഷൻ 13 ഇപ്പോഴും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രഖ്യാപനത്തിൽ കാര്യമില്ലെന്നും കൂടുതൽ സഹായം ലഭ്യമാക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ്. 4.5 മാസം 5 മാസം എടുക്കുമോ? അങ്ങനെ എഫിഷ്യൻസി എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്താണ് കാര്യശേഷി? എന്താണ് ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ദുരന്തം ഉണ്ടായിട്ട് 4.5 മാസം കഴിഞ്ഞിട്ട് നമ്മളോട് പറയും അത് അതിതീവ്ര ദുരന്തമാണ്, പക്ഷെ കാശ് തരില്ല. പൈസയാണ് വേണ്ടത്, പണമാണ് വേണ്ടത്, അഡീഷണൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തും. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്ന് പ്രത്യേക ധനസഹായവും കേരളം ആവശ്യപ്പെടും. എംപിമാരുടെ സഹായവും തേടും. UN അടക്കമുള്ള വിദേശ സംഘടനകളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ശ്രമവും നടത്തും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടിയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. 24 തിരുവനന്തപുരം.